ജയചന്ദ്രൻ അഹമ്മദാബാദിൽ നിന്ന് മറ്റൊരു മലയാളി കൂടി ചേരുന്നുണ്ട്. ശ്രീ ജയചന്ദ്രൻ, താങ്കൾക്ക് ലഭ്യമായ വിവരങ്ങളൊന്ന് പങ്കുവെച്ചാൽ. എനിക്കിപ്പോ കിട്ടുന്നത് ഗുജറാത്തി മീഡിയകളിൽ നിന്നും അതുപോലെ ഗുജറാത്തി ഫ്രണ്ട്സിന്റെ സർക്കിളിൽ നിന്നുമാണ്. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആണ് അത്. ഒരു ഫ്ലാറ്റിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു മതിലാണ് അത് ക്രാഷ് ചെയ്യുന്നത്. കാഷ്വാലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. ആവുന്നതും പേഷ്യൻസിനെയൊക്കെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇൻഫർമേഷൻ വരുന്നത്. അതിൽ ദോസ് ഹു ആർ ഇഞ്ചുവേർഡ് സിവിൽ ഹോസ്പിറ്റലിലും തൊട്ടടുത്ത് അപ്പോളോ ഹോസ്പിറ്റൽസും ഉണ്ട്. ഹോസ്പിറ്റലുകൾക്ക് വളരെ സൗകര്യങ്ങളുണ്ട് തൊട്ടടുത്ത്. പക്ഷെ ഇപ്പൊ ഇതിന് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു പ്രശ്നം, ഇതൊരു ജനവാസ കേന്ദ്രത്തിലാണ് അത് ഇടിച്ച് ഇറങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അഹമ്മദാബാദ് എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അങ്ങനെ ഒരു വാക്കന്റ് ഏരിയ അല്ല. തൊട്ടടുത്തൊക്കെ ഒരുപാട് ജനവാസ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ആർമിയുടെ ഏരിയ ഒക്കെ ഉള്ള അതിന്റെ തൊട്ടടുത്തായിട്ടാണ് അഹമ്മദാബാദിന്റെ എയർപോർട്ട് ഉള്ളത്. അപ്പൊ ഇതിപ്പോ എയർപോർട്ടിന്റെ ഉള്ളിലല്ലാതെ സംഭവിച്ചിരിക്കുന്നത്, പുറത്തായതുകൊണ്ട് അതിന്റെ കാഷ്വാലിറ്റീസ് എത്രയുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്കിപ്പോ വ്യക്തമായിട്ട് ലഭിക്കാൻ തുടങ്ങിയിട്ടില്ല. സുഹൃത്തുക്കളും അതുപോലെ പരിചയക്കാരും ഞാൻ വിളിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ഈ വലിയ ജയചന്ദ്രൻ, ഈ റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ അപകടം സംഭവിച്ചെങ്കിൽ കുറച്ചുകൂടി നമുക്കൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടല്ലേ? തീർച്ചയായിട്ടും. കാരണം അതൊരു നമുക്ക് ചില വിഷ്വൽസ് കിട്ടിയപ്പോ ഒരു ഫ്ലാറ്റിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു വാളിലാണ് അത് വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എത്രത്തോളം അവിടെ കലാമിറ്റീസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കുറച്ച് കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ജനങ്ങളാകെ പാനിക്കിലാണ് അവിടെയുള്ള എല്ലാവരും. കാരണം ഇഞ്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കലും അതുപോലെ തന്നെ ആ സിറ്റുവേഷനെ ഒന്ന് കൺട്രോൾ ചെയ്യലാണ് ജനങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് യഥാർത്ഥ ഇൻഫർമേഷൻ. അഹമ്മദാബാദ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള മലയാളികളോ അല്ലെങ്കിൽ താങ്കൾക്ക് പരിചയമുള്ള ആരെങ്കിലും ബന്ധപ്പെടാൻ കഴിഞ്ഞു? സുഹൃത്തുക്കളുണ്ട് എനിക്ക് ഗുജറാത്തിൽ നിന്ന് തന്നെ എന്റെ അടുത്ത വളരെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. പക്ഷെ പലരും ഞാൻ വിളിക്കുമ്പോൾ മൊബൈലൊക്കെ എൻഗേജ്ഡ് ആണ്. അവര് ഈ കാര്യത്തിൽ വളരെയധികം ഇൻവോൾവ് ആയിട്ട് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന്റെ ഡ്യൂട്ടിയിലായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫ്രീ ആവുന്ന സമയത്ത് അവരെ കോൺടാക്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നത്. ഞാനിപ്പോ താമസിക്കുമ്പോൾ 240-ലേറെ ആളുകൾ ഈ വിമാനത്തിലുണ്ട്. ലണ്ടനിലേക്ക് പോയ ആളുകളാണെന്ന് പറയുമ്പോൾ ഈ അപകടത്തിന്റെ ഒരു സ്ഥിതിയും പുറത്തേക്ക് വരുന്ന വിവരങ്ങളൊക്കെ ഇതൊരു കാര്യം, ഇത് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് അല്ലേ? അപ്പൊ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആവുമ്പോൾ അത് ഫുള്ളി ബോർഡഡ് ആയിരിക്കും. മാത്രമല്ല അഹമ്മദാബാദിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു വലിയ ഒരു ഡയസ്പോറയുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് വിദേശത്ത് പ്രവർത്തിക്കുന്നവരും താമസിക്കുന്നവരും യാത്ര ചെയ്യുന്നവരും ഉള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു തീവ്രത എന്തായാലും ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആകുമ്പോൾ അതിന്റെ ഒരു തീവ്രത ഡൊമസ്റ്റിക് ഫ്ലൈറ്റിനേക്കാളൊക്കെ കൂടാനാണ് സാധ്യത. അപ്പൊ എന്തായാലും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ലക്ക് കാര്യങ്ങൾ കലാമിറ്റീസ് കുറയട്ടെ, അല്ലെങ്കിൽ കാഷ്വാലിറ്റീസ് കുറയട്ടെ എന്നുള്ളതാണ് നമ്മളുടെ വലിയ പ്രാർത്ഥന. കാലാവസ്ഥ ഇപ്പോൾ നിലവിൽ അങ്ങനെ അവിടെ എന്താണ് കാലാവസ്ഥ? കുറച്ചൊരു ഹേസി ഇതായിരുന്നു. പക്ഷെ ഇപ്പോ വെദർ ഈസ് സംവാട്ട് വെരി ഗുഡ്. വെദറിന്റെ ഇഷ്യൂലല്ല. വെദറിന്റെ ഇഷ്യൂ ആയിരുന്നെങ്കിൽ ടേക്ക് ഓഫിന്റെ സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. വെദറിന്റെ ഇഷ്യൂസ് ആണെങ്കിൽ അങ്ങനെ ടേക്ക് ഓഫിന്റെ സമയത്ത് സംഭവിക്കാൻ സാധ്യതയില്ല. മാത്രമല്ല നല്ല സണ്ണി ഡേ ആണ് ഗുജറാത്തില്, അഹമ്മദാബാദില്. അപ്പൊ ഒരു വെദർ ഈസ് നോട്ട് പ്ലേയിങ് എൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദിസ് ആക്സിഡന്റ്. ഇപ്പോൾ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റ് ഇൻഫർമേഷൻ ആയിരിക്കാം. അതെ ആയിരിക്കാം. ഇപ്പോ എന്താ പറയാ, റൺവേയിൽ പറ്റിയിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്താണെന്നുള്ളത് നമുക്ക് അതിന്റെ ആധികാരികമായിട്ട് ഇൻഫർമേഷൻ വന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ. 787 ബോയിങ് ആണ് ഈ പ്രശ്നത്തിൽ പെട്ടിരിക്കുന്നത്. അതെ തീർച്ചയായും. അല്ല, ആദ്യം നമുക്ക് കിട്ടിയിരുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് 180 ആയിരുന്നു.